യൂറിക് ആസിഡ് ലെവൽ കൂടുന്നത് സ്ട്രോക്ക് വരാനുള്ളൊരു സാധ്യതയും സ്ട്രോക്ക് മൂലമുണ്ടാകുന്ന മരണനിരക്കും വർദ്ധിപ്പിക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണമാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് ഉണ്ടാകാനുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് യൂറിക് ആസിഡ്. രക്തത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ അത് എങ്ങനെയാണ് സ്ട്രോക്കിലേക്ക് നയിക്കുന്നത് നമുക്ക് നോക്കാം. ഹൈപ്പർ യൂറിസീമിയ അഥവാ ഹൈ യൂറിക് ആസിഡ് എന്ന കണ്ടീഷൻ ദീർഘകാലം ശരീരത്തിൽ നിലനിൽക്കുന്ന സമയത്ത് രക്തക്കുഴലുകളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി ക്ലോട്ടിംഗ് സാധ്യത വർദ്ധിപ്പിക്കും. ഇങ്ങനെയുണ്ടാകുന്ന ക്ലോട്ട് തലച്ചോറിലേക്കുള്ള ആർട്ടറികളിൽ ബ്ലോക്ക് ഉണ്ടാക്കി ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുത്തുകയും ചെയ്യും. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതിലൂടെ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാതെ വരികയും അത് സ്ട്രോക്കിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിലും ഭാവിയിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കാൻ തുടക്കത്തിലെ അതിന് ചികിത്സിക്കുക തന്നെ വേണം. ശരീരത്തിലെ മെറ്റബോളിസം നിയന്ത്രിച്ച് യൂറിക് ആസിഡ് സ്വാഭാവികമായിട്ട് നിയന്ത്രിക്കാൻ നമ്മുടെ ഹെർബലി ടച്ചിൻ്റെ ഹോസ്പിറ്റലിൽ മികച്ച ചികിത്സ ലഭ്യമാണ്. അതുകൊണ്ട് യൂറിക് ആസിഡ് ലെവൽ വേരിയേഷനുള്ള ആളുകൾ നമ്മുടെ ഹെർബലി ടച്ചിൻ്റെ കൊയിലാണ്ടിയിലോ ചെങ്ങന്നൂരോ പയ്യന്നൂരുള്ള ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വന്നോളൂ.